ഡാരൻ അറണോഫ്സ്കി എന്ന പേരാണ് എന്നെ കോട്ട് സ്റ്റീലിംഗ് എന്ന സിനിമയാണ് ഇത്ര അധികം ആകർഷിച്ചത്. ആളുടെ ഫിൽമോഗ്രഫി തന്നെ നോക്കിക്കോ. ബ്ലാക്ക് സ്വാൻ, മദർ, റെക്വീം ഫോർ എ ഡ്രീം, അതേപോലെ തന്നെ റീസെന്റ് ഇറങ്ങിയ ദ വെയിൽ, ഈ നാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതേപോലെ കോട്ട് സ്റ്റീലിംഗും എന്നെ ഒട്ടും ഡിസപ്പോയിന്റ് ചെയ്തില്ല, ഡാരനും എന്നെ ഡിസപ്പോയിന്റ് ചെയ്തില്ല. വളരെ എൻഗേജിംഗ് ആയ ഒരു സിനിമ തന്നെയായിരുന്നു ഇത്. കോട്ട് സ്റ്റീലിംഗ് ഒരു ബുക്കിന്റെ അഡാപ്റ്റേഷൻ ആണ്. ആ ബുക്കിന്റെ പേര് സെയിം തന്നെയാണ്. ഇതൊരു ഡാർക്ക് കോമഡി സിനിമയാണ്. വീണ്ടും തെളിയിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്, പണി അറിയാവുന്ന ആളുടെ കയ്യിൽ ഡാർക്ക് കോമഡി എന്ന ജോണർ കിട്ടിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഔട്ട്പുട്ട് തന്നെ കിട്ടുമെന്ന്. ഭയങ്കര എൻഗേജിങ് ആയ ഒരു സിനിമയായിരുന്നു. ആ ഒരു 1 മണിക്കൂർ 48 മിനിറ്റ് റൺ ടൈം ഭയങ്കര സീരിയസ് ആയ നറേറ്റീവാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ആ ഒരു ഡാർക്ക് ഹ്യൂമർ വളരെ ബ്രില്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേസമയം ആ ഒരു ഇമോഷനും നന്നായിട്ട് തന്നെ വർക്ക് ആയിട്ടുണ്ടായി. ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. ഈ സിനിമയുടെ റൈറ്റിംഗ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് നമുക്ക് ഈ സിനിമയുടെ പോക്ക് എങ്ങോട്ടാന്ന് നമുക്ക് മനസ്സിലാൻ പറ്റില്ല. അത്രയും പോലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സിനിമയുടെ ഒരു പോക്ക്. പിന്നെ എവിടെയെങ്കിലൊക്കെ നമുക്ക് ഒറ്റയടിക്കായിരിക്കും സിനിമയുടെ ചെറുതായ ട്വിസ്റ്റ് ഒക്കെ വരുന്നത്. അതൊക്കെ ഭയങ്കര രസകരമായ ഒരു ഫാക്ടർ തന്നെയായിരുന്നു. അതേപോലെ തന്നെ ഈ സിനിമയുടെ എനിക്ക് ആകെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്, ആദ്യത്തെ ഇനീഷ്യൽ മൊമെന്റ്സിൽ ഇതൊരു യൂഷ്വൽ പ്രഡിക്റ്റബിൾ സിനിമയിലോട്ട് പോകുന്നോ ഒരു ഡൗട്ട് വരും. പക്ഷെ ആകെ പേഷ്യൻസ് ആണ് വേണ്ടത്. പതിയെ പതിയെ സിനിമയുടെ കഥ പറയണത്. അതുകൊണ്ട് തന്നെ പതിയെ സിനിമയുടെ ട്രാക്ക് അങ്ങോട്ടങ്ങ് മാറും. അതുകൊണ്ട് വളരെ ശാന്തമായിട്ട് ഫസ്റ്റ് ഹാഫ് കാണുക. ഫസ്റ്റ് ഹാഫിൽ മോസ്റ്റ്ലി ബിൽഡപ്പിലാണ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. ആ സെക്കൻഡ് ഹാഫിന്റെ ഫണ്ടിന് വേണ്ടി. ഫസ്റ്റ് ഹാഫിൽ മോസ്റ്റ്ലി ക്യാരക്ടറിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ, ക്യാരക്ടറിന്റെ ആ ഒരു സറൗണ്ടിങ്സ്, ക്യാരക്ടറിന്റെ സിറ്റുവേഷൻസ്, പിന്നെ അതേപോലെ തന്നെ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരെയൊക്കെ കൂടുതൽ കാണിച്ച് ആണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ അങ്ങോട്ട് പോണത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ പിന്നെ പറയാൻ വേണ്ട, കൈവിട്ട പോലെയാണ്. ഒരു എൻഗേജിങ് റൈഡായിരുന്നു തന്നെ പറയാൻ പറ്റും. ഇനി ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി എടുത്ത് പറയേണ്ടതാണ്. നമുക്ക് ആ ഒരു ഡാർക്ക് ഹ്യൂമർ വർക്ക് ആയതിൻ്റെ ഒരു റീസണും, പിന്നെ സിനിമയുടെ കുറെ മൊമെന്റ്സ്, അതേപോലെ ഇമോഷൻസ്, ഫണ്ണായ കുറെ സീൻസ്, അതെല്ലാം വളരെ രസകരമായിട്ട് തന്നെ ഈ സിനിമാറ്റോഗ്രാഫർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഓസ്റ്റിൻ ബട്ട്ലർ വളരെ ഇന്റൻസ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു വൾണറബിലിറ്റി, ആ ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ആൾക്കത് പറ്റുന്ന ഈ അടുത്തുള്ള സിനിമകൾ തന്നെ തെളിയിച്ചിരിക്കുന്നത്. ഡ്യൂൺ പാർട്ട് 2 ഉണ്ടായി, പിന്നെ ബൈക്ക് റൈഡേഴ്സിലുണ്ടായി. എന്തായാലും ഇതിലും നല്ല സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ വേറെയും കുറെ രസകരമായ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു റഷ്യൻ മാഫിയ ഉണ്ട് ഇതിനകത്ത്. അവരുടെ ഒരു 4-5 പേരുണ്ട്. അവർ 4-5 പേരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര രസമുള്ള ക്യാരക്ടേഴ്സ് ആണ് അവർ പ്ലേ ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു പോലീസ് ഓഫീസർ ഉണ്ട്, പിന്നെ ഓസ്റ്റിന്റെ ഗേൾ ഫ്രണ്ട് അഭിനയിച്ച ക്യാരക്ടർ, എല്ലാവരും വളരെ രസമായിരുന്നു. പെർഫോമൻസ് ഈ പടത്തിലൊരു മോശവും പറയുന്നില്ല. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഭയങ്കര എൻഗേജിങ്, അത്യാവശ്യം കുറച്ച് രസമൊക്കെ തന്ന ഒരു ഡാർക്ക് കോമഡി പടം തന്നെയായിരുന്നു ഇത്. ഡാരൻ അറണോഫ്സ്കി as usual didn't disappoint.